ഒരു പഴയ 12 വോൾട്ട് ട്രാൻസ്ഫോമറാണിത്. പഴയ ഒരു ആംപ്ലിഫയറിൽ നിന്ന് അയച്ചെടുത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വെച്ചിട്ട് എത്ര വാട്ട്സ് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ അതൊരു ചോദ്യം നമ്മളെ ഒരു സുഹൃത്ത് ചോദിച്ചാണ് നമ്മളെ ചാനലിൽ. അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്റ്റീരിയോ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ. അപ്പോൾ അത് വളരെ ഷോർട്ടായി ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ ഐഡിയയിൽ ചെറിയ രീതിയിലൊന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക നിങ്ങളെ കയ്യിൽ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഫുൾ സെറ്റപ്പ് ഉണ്ടാക്കണം സ്പീക്കർ വരെ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഈ ട്രാൻസ്ഫോമർ എന്നാണല്ലോ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രാൻസ്ഫോമർ റെക്ടിഫൈ ചെയ്യുക. ഇതിപ്പോൾ ഒരു AC ഇൻപുട്ട്, ഒരു AC ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഇത് ഡുവൽ സപ്ലൈ, അതായത് ഇപ്പോൾ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ അല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ബ്രിഡ്ജ് റെക്ടിഫയർ, അങ്ങനെയുള്ള ഏതെങ്കിലും തരം റെക്ടിഫയർ, ഏറ്റവും ബെസ്റ്റ് നമ്മളിപ്പോൾ ആംപ്ലിഫയറിന് ചെയ്യുക ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഇതിന് ഉപയോഗിക്കാം. അതേസമയത്ത് 3 ലീഡ് ഔട്ട്പുട്ടുള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് സെൻറ്റർ ടാപ്പായിട്ട് ഡുവൽ സപ്ലൈ പോലുള്ള സർക്യൂട്ടുകൾക്കും ഉപയോഗിക്കാം. അപ്പോൾ അതിന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടത് ഒന്നുകിൽ ഡയോഡ് വേണം, അല്ലെങ്കിൽ റെക്ടിഫയർ ആയിട്ടുള്ള റെഡി 4 ലീഡുള്ള ടൈപ്പ് ബ്രിഡ്ജ് നമ്മൾ വാങ്ങാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കപ്പാസിറ്റർ. ഇപ്പോൾ 12 വോൾട്ട് ആയതുകൊണ്ട് എന്തായാലും 15,000 20,000 ഒന്നും മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആവശ്യമില്ല. അപ്പോൾ അതിന് നമുക്ക് മാക്സിമം ഒരു 4700-ൻ്റെ ഒരു 4 മതിയാവും. അതായത് ഒരു 10,000-ൻ്റെ ഉള്ളിൽ നിൽക്കും എന്തായാലും. അത്ര ആവശ്യമില്ല, ശരിക്കും ഒരു 4700 തന്നെ ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു 4 കപ്പാസിറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹെവി ഔട്ട്പുട്ട് ആണെങ്കിൽ അത് ചെയ്യാം. അതല്ല അപ്പോൾ LA4440, അതുപോലെ 4508, ഇപ്പോൾ 2030 IC, അങ്ങനത്തെയൊക്കെ വളരെ ലോ വാട്ടേജ് ഉള്ള ICകളാണെങ്കിൽ നിങ്ങൾക്ക് വെറും 4700 2 കപ്പാസിറ്റർ മതിയാവും. ബ്രിഡ്ജ് ഡുവൽ സപ്ലൈ ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ സപ്ലൈ ആണെങ്കിൽ 1 മതിയാവും. അതല്ലെങ്കിൽ 2 പാരലൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ DC ഡയോഡിലൂടെ റെക്ടിഫൈ ചെയ്ത് നമുക്ക് കപ്പാസിറ്ററിലൂടെ ഫിൽറ്റർ ചെയ്ത് സ്മൂത്ത് ചെയ്ത് നമുക്കിപ്പോൾ ഇവിടെ 12 വോൾട്ടിൻ്റെ DC ഔട്ട്പുട്ട് കിട്ടി. ഇതിനാണ് ബോർഡ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 12 വോൾട്ടിൽ ഏതൊക്കെ തരം ബോർഡ് കിട്ടാണ്ട്, നമുക്കിപ്പോൾ ഈ വളരെ വില കൂടിയ ബോർഡോ അല്ലെങ്കിൽ വളരെ വാട്ട്സ് കൂടിയ ബോർഡോ ഒന്നും പറ്റില്ല. 12 വോൾട്ടിന് മാച്ചിങ് ആയ ബോർഡ് വേണം. അപ്പോൾ ആ ഒരു മോഡലാണ് ഞാൻ ആദ്യം പറഞ്ഞത് LA4440. ഏറ്റവും കൂടുതൽ ഇപ്പോൾ 90% ഓഡിയോ അതായത് കാർ ഓഡിയോ, ഈ വണ്ടികളിൽ ഉപയോഗിക്കുന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക 4440 ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ICയുടെ ബോർഡ് എടുക്കുക, 12 വോൾട്ട് സപ്പോർട്ടഡ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു 16 വാട്ടോ അല്ലെങ്കിൽ ഒരു 20 വാട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്പീക്കർ കണക്ട് ചെയ്യാം എന്നുള്ള രൂപത്തിൽ ആ IC സെലക്ട് ചെയ്യാം. അതേസമയം നമ്മളിപ്പോൾ 2030 IC സെലക്ട് ചെയ്യുക, 2050, അതുപോലെ ഏതെങ്കിലും 12 വോൾട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഡുവൽ സപ്ലൈക്ക് ആവശ്യമുള്ള ICകളാണെങ്കിൽ നമുക്കിപ്പോൾ ഈ കാണിച്ച ട്രാൻസ്ഫോമർ പറ്റില്ല. നമുക്കതിന് അതായത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വേണം. അത് വെച്ച് നമ്മളൊരു ഡുവൽ സപ്ലൈ ഉണ്ടാക്കണം, എന്നിട്ട് വേണം അങ്ങനെയുള്ള ബോർഡുകൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ അത് പറ്റാത്ത സ്ഥിതിക്ക് നമ്മളതിൽ ഇപ്പോൾ ഉള്ള ട്രാൻസ്ഫോമർ ഏതാണെന്ന് വെച്ചാൽ സെൻറ്റർ ടാപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞ LA4440 അല്ലെങ്കിൽ ഇതിപ്പോൾ 7297 IC 12 വോൾട്ട് സപ്പോർട്ടഡ് ആണ്. അതേപോലെ നമുക്ക് ഇനി കിട്ടാനുള്ളത് ക്ലാസ് D ബോർഡുകൾ, അതായത് 3110 PA 3110 ക്ലാസ് D കിട്ടാനുണ്ട്. ഈ ടൈപ്പ് ക്ലാസ് Dകൾ നമുക്ക് 12 to 24 വോൾട്ട് സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് 12 വോൾട്ട് അതിന് കൊടുത്തിട്ട് നമുക്ക് 24 വരെ അത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൽ 12 കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതിന് വേണ്ട റേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ആ ബോർഡ് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം. നിങ്ങൾക്ക് അറിയില്ല അതുണ്ടെങ്കിൽ ഫുൾ ICയുടെ ചിപ്പിൻ്റെ ഏതാണോ ഔട്ട്പുട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അതിന് എത്രയാണോ RMS ഔട്ട്പുട്ട് കാണിക്കുന്നത് അതാണ് നിങ്ങൾ സ്പീക്കർ സെലക്ട് ചെയ്യേണ്ടി വരിക. ആ ക്ലാസ് Dകൾ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ഏതെങ്കിലും ട്രാൻസിസ്റ്റർ ടൈപ്പ് ബോർഡുകൾ കിട്ടാണ്ട് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ബോർഡുകൾ സെലക്ട് ചെയ്ത് തീരുമാനമായി കഴിഞ്ഞാൽ ആ ബോർഡിലേക്ക് നമ്മൾ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ DC വോൾട്ടേജ് 12 വോൾട്ട് ഡയറക്റ്റ് നിങ്ങൾ യഥാർത്ഥ വയറിങ് അപ്പം ചെയ്യേണ്ട, ബിഗിനേഴ്സിനുള്ള ഒരു ഐഡിയ എന്ന് പറയാം. അതായത് നേരിട്ട് അതിനകത്ത് റെക്ടിഫൈ ചെയ്ത് സ്മൂത്തായി നിൽക്കുന്ന DC വോൾട്ടേജ് നമ്മൾ 12 വോൾട്ട് ഇപ്പോൾ ഈ ബോർഡാണെങ്കിൽ ഈ ബോർഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ സ്പീക്കർ ഔട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ആ സ്മൂത്ത്നെസ്, ആ DC ഫിൽറ്ററിങ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെറിയ തോതിൽ ഒരു ഓഡിയോ സിഗ്നൽ കൊടുത്താലോ ജസ്റ്റ് ടച്ച് ചെയ്താലോ നമുക്ക് ആ ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് പവർ ആമ്പ് സെക്ഷൻ ഭാഗത്ത് ഫുള്ള് ക്ലിയറായി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിലേക്ക് സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ഇനി ടോൺ സെക്ഷൻ, പ്രിയാമ്പ് സെക്ഷൻ, ആ ഭാഗമാണ് വരുന്നത്. അപ്പോൾ പ്രിയാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ നമ്മളിപ്പോൾ ചെയ്ത് റെഡിയായി നിൽക്കുന്ന പവർ ആമ്പിലേക്ക് ഇൻപുട്ട് വേണം. അതിലേക്കുള്ള സിഗ്നൽ ചെല്ലണമെങ്കിൽ അത് ഒന്ന് ടോൺ അഡ്ജസ്റ്റ് ചെയ്യണം. ബാസ്, ട്രിബിൾ, മിഡ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ടോൺ ലെവൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ചെയ്യാനുള്ള ബോർഡാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ബെസ്റ്റ് ഏതൊരു പവർ ആമ്പിനും സൂട്ടാവുന്ന ഒരു ടോൺ ബോർഡാണ് LM324. അതായത് നമ്മൾ LM324 IC വരുന്ന ബോർഡ്. എത്ര വാട്ട്സ് ഒരു ടൈപ്പ് എത്ര പവർ സപ്ലൈയിലുള്ള വർക്ക് ചെയ്യുന്നാലും അത് 12 വോൾട്ടാണ്. പക്ഷേ ഏതിലേക്കും ആ ബോർഡിൻ്റെ ടോൺ ലെവൽ വളരെ കറക്റ്റാണ്.
അത്രയും നല്ല സ്മൂത്തായിട്ട് അത്ര സിമ്പിളായിട്ട് ഉള്ള ഒരു ടോൺ ബോർഡ് വേറെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് വേരിയസ് ഒരുപാട് തരം പല ബ്രാൻഡുകളുടെ പലതരം ടോൺ ബോർഡുകൾ കിട്ടാണ്ട് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇങ്ങനെ ട്രാൻസിസ്റ്ററിൻ്റെ ടോൺ ബോർഡ് BT വരുന്നുണ്ട്. അതായത് 4 ട്രാൻസിസ്റ്റർ ബേസ്റ്റബിൾ ബോർഡ്, ബേസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ ആമസോൺ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് കിട്ടാണ്ട് ഇത് 3 വേ നമുക്ക് ബേസ്റ്റബിൾ മിഡ്. അപ്പോൾ അത് കിട്ടാൻ അത് അങ്ങനെ മിഡ് റേഞ്ച് നിങ്ങൾക്ക് ഉപയോഗിക്കണം താല്പര്യമുണ്ട് അതെടുക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 12 വോൾട്ടിൻ്റെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ടോൺ ബോർഡ് എടുക്കുക. അതായത് 12 വോൾട്ടിൻ്റെ പവർ ആമ്പിലേക്ക് നമ്മൾ 18 വോൾട്ട് കിട്ടുന്ന 18 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ടോൺ ബോർഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ടോൺ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോൺ ബോർഡിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വോളിയം കൺട്രോൾ വഴിയാണ് നമ്മൾ ഇപ്പോൾ ആദ്യം സെറ്റാക്കി വെച്ച ഈ പവർ ആമ്പിലേക്ക് കയറുന്നത്. അപ്പോൾ പവർ ആമ്പിലേക്ക് നമ്മൾ ടോൺ ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഈ വോളിയം കൺട്രോളിലൂടെ നമ്മൾ ആ പവർ ആമ്പിലേക്ക് കയറ്റുക, പവർ ബോർഡിലേക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റായ വോളിയം ലെവൽ കിട്ടും. അപ്പോൾ ഇനി ടോൺ ബോർഡിൻ്റെ ബേസ് ആൻഡ് ട്രബിൾ കൺട്രോൾസ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏതാണോ നിങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് മാർക്കിംഗ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതിലുള്ള പോലെ നമുക്ക് മാർക്കിംഗ് ബാസ് ട്രബിൾ എന്ന് പറഞ്ഞ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ആ പോയിൻറ്റ്സ് മാർക്കിംഗ് ഉണ്ടാവും. അതിലേക്ക് 12 വോൾട്ട് ഇപ്പോൾ ഇത് 12 വോൾട്ട് ആയതുകൊണ്ട് 12 വോൾട്ട് DC പ്ലസ് ആൻഡ് മൈനസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ പവർ ആമ്പിൻ്റെ മുകളിൽ ഏതാണോ അതിൻ്റെ മുകളിൽ കൃത്യമായ മാർക്കിംഗ് ഉണ്ടാവും, അതും നോക്കി കൊടുക്കാം. ഇതൊക്കെ ഏകദേശം വായിക്കാൻ അറിയുന്ന ആളുകൾക്കും ഒരു ആവറേജ് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിലും ആർക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത് ഇതിൻ്റെ സോഴ്സിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് സിഗ്നൽ മ്യൂസിക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ പാനൽ, ഏത് ടൈപ്പ്, ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ കോമൺ പാനലാണ്. വേറെ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഡിസ്പ്ലേകളുള്ള ടൈപ്പും പല തരത്തിലുള്ള പാനൽസ് വരുന്നുണ്ട്. മൈക്കുള്ളതും മൈക്കില്ലാത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൈക്കുള്ളതാണെങ്കിൽ ഇതിലൂടെ മൈക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിപ്പോൾ യൂണിവേഴ്സലിൻ്റെ ഡബിൾ മൈക്ക് ഇൻപുട്ടുള്ള ഒരു കരോക്കെ മിക്സറാണ്, മിനി മിക്സർ. അപ്പോൾ അത് അങ്ങനത്തെ വേണമെങ്കിൽ മൈക്ക് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളെ സോഴ്സ്. ഈ സോഴ്സിൽ നിന്നാണ് നമുക്ക് ടോൺ ബോർഡിലേക്ക് എൻ്റർ ആവണം. ടോൺ ബോർഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ടോൺ ബോർഡിലേക്ക് നമ്മൾ ഈ പാനലിൻ്റെ ഔട്ട്പുട്ട് സ്വിച്ചിങ്ങോ മറ്റോ സെലക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും സെറ്റാപ്പ് ബോക്സോ ഇനി വേറെ ഏതെങ്കിലും ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെയോ മറ്റെന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മളെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റിൻ്റെ ബാക്ക് സൈഡിലോ എവിടെയോ കണക്ട് ചെയ്യുന്നത് അതിലൂടെ എടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഓക്സിലൂടെ എടുക്കാം. അപ്പോൾ അത് കണക്ട് ചെയ്ത് അത് സ്വിച്ച് ചെയ്യാൻ മാനുവൽ സ്വിച്ചിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാനുവൽ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിലൂടെ സെലക്ട് ചെയ്യുക റിമോട്ടിലൂടെ, എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് കയറുന്നു. വോളിയം കൺട്രോൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ബേസ് ട്രബിളിൻ്റെ കൺട്രോൾസ് കണക്ട് ചെയ്തു, ഇതും കണക്ട് ചെയ്തു. ഇനി വേണ്ടത് ഇതിന് വേണ്ട പവർ സപ്ലൈ കൊടുക്കുക. അതായത് ഇതിൻ്റെ മുകളിൽ എല്ലാം മാർക്കും ഇതിൻ്റെ വയറിങ് എല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും. ഇതിൻ്റെ കൂടെ കിട്ടാതിരിക്കുക. അതുപോലെ റെഗുലേറ്റർ, നമുക്കിപ്പോൾ 5 വോൾട്ട് റെഗുലേറ്റർ ഇത് വെച്ച് കൊടുക്കാം. അത് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ തന്നെ ഔട്ട്പുട്ട് റെഗുലേറ്റർ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് FM മറ്റു കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടും ഇങ്ങനെയുള്ള ബോർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പിക്ചറിൽ നമ്മളെ സർക്യൂട്ട് മൊത്തം ഫുള്ളായി. അതായത് സോഴ്സ്, അതായത് നമ്മളെ USB പാനലിൽ നിന്ന് പ്രിയാമ്പ് ടോൺ ബോർഡിലേക്ക് കയറി അവിടെ ടോൺ ലെവൽ സെറ്റായി. അവിടുന്ന് വോളിയം കൺട്രോൾ കണക്ട് ചെയ്തു, ബാസ്റ്റബിളിൻ്റെ കണക്ഷൻ കൊടുത്തു. നേരെ ആ ടോൺ കൺട്രോൾ വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ പവർ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഇൻപുട്ട് കൊടുത്തു. സ്പീക്കർ ഔട്ട് കണക്ട് ചെയ്യാനും ഈ വോളിയം കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനും നമുക്കൊരു ക്യാബിനറ്റ് വേണം. അപ്പോൾ അതിൻ്റെ രൂപത്തിലും വൃത്തിയിലും ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ക്യാബിനറ്റ് വേണം. അല്ലെങ്കിൽ അവിടെ എവിടെ ഇട്ടാലും വർക്ക് ചെയ്യും. അതങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ക്യാബിനറ്റ് വെക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഏത് സൈസ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിനനുസരിച്ചാണ് ഞാൻ അധികവും ക്യാബിനറ്റ് സെലക്ട് ചെയ്യൽ. ട്രാൻസ്ഫോമർ കറക്റ്റായി കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന G-Techൻ്റെ ചെറിയ ക്യാബിനറ്റ് കറക്റ്റായിട്ട് ഈ ട്രാൻസ്ഫോമർ സൂട്ടാവും. നിങ്ങൾ അതിലുള്ള വലിയ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഡിസ്പ്ലേയിൽ കുറച്ച് 2-3 ക്യാബിനറ്റ് കാണിക്കാം. അപ്പോൾ ഈ ടൈപ്പ് ക്യാബിനറ്റ്സ് നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. അതിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് അസംബിൾ ചെയ്യാം. ആ അസംബിൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, ഇതൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ട് പറയാം. അപ്പോൾ അസംബിൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാം. സ്റ്റീരിയോ ആണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് 2.1 ചെയ്യുന്നത് നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അന്നേരം അത് കൂടുതൽ നല്ലതാവും. ഇപ്പോൾ അത് ഒരു ബേസിക് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ക്യാബിനറ്റിൻ്റെ മുകളിൽ ഈ കൺട്രോൾസും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ ഒരു പരിപാടി ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൂൾസും കാര്യങ്ങളും വേണം. സോൾഡറിങ് അയൺ, ഡ്രില്ലിംഗ് മെഷീൻ, പിന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസ്. ഈ ബുഷ് കിറ്റ്, സ്ക്രൂ കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പെയറൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ നമുക്ക് സ്ക്രൂസ് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതാ ഹാർഡ്വെയർ ഷോപ്പ് പോയിട്ട് വേണ്ട തരത്തിലുള്ള സ്ക്രൂസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോയ്സ് ഇല്ല, ഹമ്മിങ് ഇല്ല എന്നൊക്കെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്കുള്ള സർക്യൂട്ടാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഒരു നോയ്സ് ഒരു ഹമ്മിങ്ങും ഉണ്ടാവില്ല, വളരെ ക്ലീൻ ആയിരിക്കും.
ഇനി വേണ്ട സ്പീക്കർ ബോക്സാണ്. അപ്പോൾ ആ സ്പീക്കർ ബോക്സും ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ 7297 IC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ RMS വോൾട്ടേജ്, RMS ഔട്ട്പുട്ട് എത്രയാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് ആ കൃത്യ RMSന് മാക്സിമം അതിനോട് കറക്റ്റായിട്ട് ഇപ്പോൾ ഇതിൻ്റെ RMS ഔട്ട്പുട്ട് ഇപ്പോൾ 25 വാട്ട്സ് ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ RMS ഔട്ട് നമ്മൾ ചെക്ക് ചെയ്ത ഒരു പ്രാവശ്യം. അപ്പോൾ ഇതിൻ്റെ RMS ഔട്ട്പുട്ട് 15 വാട്ടാണ് പെർ ചാനൽ. അപ്പോൾ 15 വാട്ട്സ് കിട്ടാൻ രൂപത്തിൽ നിങ്ങൾക്ക് 2-way ബോക്സ് സെറ്റ് ചെയ്യാം. 10 വാട്ടെങ്കിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു വൂഫറും, ഒരു 6 ഇഞ്ച് വൂഫറോ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് വൂഫർ വെച്ചിട്ട് ഒരു ചെറിയ 2-way ബോക്സ് സെറ്റ് ചെയ്താൽ സൂപ്പറായി. ഇനി അതല്ലേ, ആ സെയിം വാട്ട്സ് തന്നെ നിങ്ങൾക്ക് ഒരു 8 ഇഞ്ചും ഒരു ട്യൂട്ടറും സെറ്റ് ചെയ്ത് 2-way ബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യണം, ഡിസൈൻ ചെയ്യാൻ. അതായത് സ്പീക്കർ സെലക്ട് ചെയ്യുമ്പോൾ മിഡിനും ട്യൂട്ടറിനും സ്പീക്കറിനൊക്കെ പ്ലാൻ ചെയ്യണം. നമ്മൾ 2-way സ്പീക്കർ ആകുമ്പോൾ നമുക്കൊരു വൂഫറും ഒരു ട്യൂട്ടറും 15 വാട്ട്സിന് വേണ്ടത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ ബേസിന് നിങ്ങൾക്ക് ഡീപ്പിന് വേണ്ടി മാത്രം സബ് വൂഫർ ഉണ്ടാക്കിയാൽ മതി. ആ വൂഫർ ഏതാണോ നിങ്ങൾ അന്നേരം എടുക്കുന്നത്, ആ എടുക്കുന്ന വൂഫറിന് ഒരു പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഒരു വൂഫർ കാണിക്കാം. ഇത് നമ്മളവിടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ വരുന്ന വൂഫറാണ്. അപ്പോൾ ഇതിന് ഒരു പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ എത്ര വേണം, എത്ര പോലത്തെ ബോക്സ് വേണം, ഇതിൻ്റെ എയർ ഹോൾ എത്ര സൈസ് വേണം, അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്നത് നല്ല ടൈപ്പ്, ക്വാളിറ്റി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ടുള്ള ബോക്സ് ചെയ്യാം. അതല്ലെങ്കിൽ വർക്കിംഗ് ബോറായിരിക്കും, വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പാരാമീറ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ സീൽഡ് ബോക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ആ ബോക്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ചാനൽ 2-way ബോക്സ്, ബുക്ക് ഷെൽഫ് ടൈപ്പ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ബോക്സാണ് അടിച്ചെങ്കിൽ നല്ല 2-way ബോക്സും ഒരു ആമ്പ്, ഒരു ബ്ലൂടൂത്ത് ആമ്പും സെറ്റായി. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് തുടക്കം എന്നുള്ള വിചാരിക്കുക. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈം ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴുള്ള ത്രില്ലും നല്ല ചെയ്യുക. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, ആ സമയത്തുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനാണ്. അത് ഫസ്റ്റ് ടൈം അതിൻ്റെ റിസൾട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അറിയും. പിന്നെ 2.1 ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ, അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാം. അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ മനസ്സിലാക്കാം. വയറിങ്ങും എങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ വയറും ഉണ്ടാവുമെന്നൊക്കെ പണ്ടൊരിക്കൽ ചെയ്തതാണ്. എന്നാലും അത് 5.1 ആയിരുന്നു, ഇപ്പോൾ 2.1 നമുക്കൊന്നും ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ വളരെ വലുതാക്കിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് വലുതായി ഉണ്ടാവും. അപ്പോൾ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ അടിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.